കാലാകാലങ്ങളായി മനസ്സിൽ കൊണ്ടു നടക്കുന്ന വലിയൊരു സ്വപ്നത്തിൻ്റെ തുടക്കപാതയിലേക്കാണ് കഴിഞ്ഞ ദിവസം ഞാനും മീനുക്കുട്ടിയും കാഠ്മണ്ഡുവിൽ നിന്ന് യാത്ര പുറപ്പെട്ടത്. പോകുന്ന വഴികൾ എന്നത്തെയും പോലെ വളരെ ദുഷ്കരമായിരുന്നു. എങ്കിലും നമ്മളുടെ ഒരു സ്വപ്നത്തിലേക്കുള്ള ആ ഒരു തുടക്ക പോയിൻ്റ് കാണാനുള്ള ആവേശം മുൻപിലേക്ക് നയിച്ചുകൊണ്ടേയിരുന്നു. ചൈനീസ് റോഡ് നിർമ്മാണ കമ്പനികളുടെ ആധിപത്യം നമുക്ക് പോകുന്ന വഴികളിലൊക്കെ കാണാമായിരുന്നു. നൂറുകണക്കിന് കിലോമീറ്ററുകൾ ഹിമാലയൻ മലനിരകൾക്കിടയിലൂടെ സഞ്ചരിച്ച് ഒടുവിൽ നമ്മൾ ആ ഒരു ചൈനയുടെ ബോർഡർ സൈഡിലേക്ക് എത്തിച്ചേർന്നു. വലതുഭാഗത്ത് ചൈനയും ഇടതുഭാഗത്ത് നേപ്പാളും ഉള്ള ആ ഒരു വഴിയിലൂടെ ബൈക്ക് ഓടിക്കുമ്പോൾ എന്തൊന്നില്ലാത്ത സന്തോഷമായിരുന്നു ഉണ്ടായിരുന്നത്. ദൂരെ നമുക്ക് ചൈനീസ് പട്ടണങ്ങളും അതിനു മുകളിലായിട്ട് ടിബറ്റൻ മലനിരകളിൽ മഞ്ഞ് പെയ്യുന്നതും കാണാമായിരുന്നു. കിട്ടിയ ഒരു ചൂട് ചൈനീസ് ചായയും കുടിച്ച് ആ ഒരു സ്വപ്നം ഞാൻ നിങ്ങളോട് പങ്കുവച്ചിരുന്നു. ഇനി കാത്തിരിപ്പാണ് നാളെ നേരം വെളുക്കുന്നതുവരെ. ഫ്രണ്ട്സ്, ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങുന്നതിന് മുമ്പായിട്ട് നമ്മളോട് എല്ലാവരോടും യാത്ര പറഞ്ഞ് ഫ്രീക്ക് പോകുമ്പോൾ നമ്മളുടെ ഫാമിലി കൂടെ ഉണ്ടാകും എന്നുള്ളൊരു വിശ്വാസത്തിൻ്റെ പുറത്താണ് ഫ്രീക്ക് പോയത്. അങ്ങനെ നമ്മളുടെ ഒരു സഹായത്തിൻ്റെ സമയമായിരിക്കുന്നു. നമ്മുടെ ബിഗ് ബോസിൽ സീസൺ 6 ഒരു പാർട്ടിസിപ്പൻ്റായിട്ട് ജോയിൻ ചെയ്ത ഫ്രീക്ക് ഇപ്പം ഈ പ്രാവശ്യത്തെ എലിമിനേഷനിൽ വന്നിട്ടുണ്ട്. അപ്പോൾ അത് പ്യൂർലി വോട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് അവരെ ആളുകളെ തീരുമാനിക്കുന്നത്. അതിൽ നിന്നും ഏറ്റവും കുറവ് വോട്ട് ലഭിക്കുന്ന ഒരാൾ പുറത്തു പോകും. കറൻ്റ്ലി അപ്ഡേറ്റ് അനുസരിച്ച് നമ്മുടെ ഫ്രീക്കിക്കാണ് ഏറ്റവും കുറവ് വോട്ടുള്ളത്. അപ്പോൾ നിങ്ങളെല്ലാവരും കൂടെ ഉണ്ടാവും. എനിക്ക് തന്ന പിന്തുണ നിങ്ങൾ നമ്മളുടെ ഫ്രീക്കിക്കും കൊടുക്കുക. ആ ഒരു ഷോയുടെ ഇത് എല്ലാവരും പറയുന്ന പോലെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിലടിയും കാര്യങ്ങളും ഒക്കെയാണ്. എന്നാലും ഒരു മനുഷ്യന് ആ അവിടുത്തെ ഒരു സാഹചര്യത്തിൽ, അത്രയും പ്രശ്നമുള്ള സാഹചര്യത്തിൽ എത്രമാത്രം ജെന്യൂനായിട്ട് നിൽക്കാൻ പറ്റുക എന്നുള്ളതാണ് അതിലൊരു പ്രധാനപ്പെട്ട കാര്യം. ഞങ്ങളെ കഴിഞ്ഞ ഒരു 3.5 വർഷത്തോളമായിട്ട് നിങ്ങൾ എങ്ങനെ കാണുന്നു അതേപോലെ തന്നെയാണ് ഫ്രീക്ക് അവിടെ ഉള്ളത്. പല സാഹചര്യങ്ങൾ, പല പ്രലോഭനങ്ങൾ വന്നിട്ടുണ്ടെങ്കിലും അതിൽ നിന്നൊന്നും മാറിയിട്ടില്ല. അവർക്ക് അവളെ മാറ്റാൻ പറ്റിയിട്ടില്ല. അത് നമ്മൾ ഈ ഒരു യാത്രയിലൂടെ നേടിയ ആ ഒരു പോസിറ്റീവ് ചിന്താഗതിയും ഒക്കെ കൊണ്ടാണ്. അപ്പം ഇപ്രാവശ്യം നിങ്ങൾ ഫ്രീക്കിയെ എലിമിനേഷനിൽ വിടാതെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഹോട്ട്സ്റ്റാർ ഉള്ളവരെല്ലാവരും ഒന്ന് നിങ്ങളോടും നിങ്ങളുടെ ബന്ധുക്കളോടും നിങ്ങളുടെ ഫ്രണ്ട്സിനോടും ഒക്കെ പറഞ്ഞ് ഒരാഴ്ചയിൽ എല്ലാ ദിവസവും ഓരോരുത്തർക്കും ഓരോ വോട്ട് വീതമുണ്ട്. അപ്പോൾ ഓരോ ദിവസവുമായിട്ട് വോട്ട് ചെയ്ത് നമ്മുടെ ഫ്രീക്കിയെ എലിമിനേഷനിൽ നിന്നൊന്ന് മാറ്റി നിർത്തി തരണം കേട്ടോ. എല്ലാവരും കൂടെ തന്നെ ഉണ്ടാവണേ. ഗുഡ് മോർണിംഗ്. ഇതാ നമ്മളുടെ മലയടിവാരത്ത് പതുക്കെ സൂര്യൻ ഉദിച്ചു വരുന്നേ ഉള്ളൂ. ആദ്യമേ ഇത് അങ്ങ് മലയുടെ മേലെയുള്ള ഗ്രാമങ്ങളിലൊക്കെ സൂര്യൻ ഉദിച്ചു. പതുക്കെ അതിൻ്റെ ലൈറ്റ് ഈ ഒരു ഏറ്റവും അടിവാരത്തേക്ക് എത്തുന്നേ ഉള്ളേ. സമയം ഇപ്പോൾ വന്നിട്ട് 8:30 ആയിട്ടുണ്ട് കേട്ടോ. ഫ്രണ്ട്സ്, നമ്മൾ താമസിച്ച ടൗൺ ഇതാ പതുക്കെ ഉണർന്നു വരുന്നേ ഉള്ളൂ. ഇവിടെ തണുപ്പായതുകൊണ്ടേ എല്ലാവരും പതുക്കെ എണീക്കത്തും പിന്നെ ആക്റ്റീവ് ആകത്തുള്ളൂ. ഞാൻ രാവിലെ ഉണ്ടല്ലോ എണീറ്റപ്പോൾ ആദ്യം ഒന്ന് ഞെട്ടിപ്പോയി. കാരണം സമയം കാണിച്ചത് 10:30 ആക്ച്വലി അത് വന്നിട്ട് ചൈനീസ് ടൈമാണ് കാണിച്ചത്. അത് കഴിഞ്ഞിട്ട് പിന്നെ പെട്ടെന്ന് നമ്മുടെ ഇന്ത്യൻ പോട്ടെ നമ്മുടെ നേപ്പാൾ ടൈമിലേക്ക് മാറി കേട്ടോ. പിള്ളേരൊക്കെ രാവിലെ തന്നെ റെഡിയായി ഇതാ സ്കൂളിലേക്ക് പോകുന്നു. ടാറ്റാ. അപ്പോൾ താഴെ എവിടെയോ ആണ് സ്കൂളുള്ളത്. ഇനിയുണ്ടല്ലോ ഈ ഒരു സ്ഥലത്തെ ഇവിടുത്തെ ഈ ബിൽഡിങ്ങുകളൊക്കെ അത്യാവശ്യം കുറച്ചധികം പഴക്കമുള്ള, എന്നാൽ അധികം വലിയ വികസനമൊന്നും വരാത്ത രീതിയിലുള്ളതാണ് കാണുന്നത്. പക്ഷേ എങ്കിൽ നേരെ ഓപ്പോസിറ്റായിട്ട് ചൈനീസ് സൈഡിലുള്ള ബിൽഡിങ്ങുകളൊക്കെ ഉണ്ടല്ലോ. അത്യാവശ്യം വലിയൊരു ടൗണാണ് അവിടെ ഉള്ളത്. അത്യാവശ്യം വലിയ ഒരു 4-5 നില പൊക്കമുള്ള ബിൽഡിങ്ങുകളൊക്കെ നമുക്കത് അങ്ങ് ആ ഒരു മലയുടെ മുകളിൽ കാണാൻ പറ്റും കേട്ടോ. അതുകൂടാതെ നമ്മുടെ ഈ കോശി നദി, ഇതാണ് ശരിക്കും ആ ഒരു അതിർത്തി അങ്ങോട്ടേക്ക് പങ്കിട്ട് ഡിവൈഡ് ചെയ്തിരുന്നത്. ഈ കോശി നദിയുടെ ഈ ഒരു ഭാഗത്തൊക്കെ നമുക്ക് ഫെൻസിങ്ങുകളും അതുപോലെ തന്നെ ചൈനീസ് അവർ സ്ഥാപിച്ചേക്കുന്ന ഈ ഒരു ക്യാമറകളൊക്കെ കാണാൻ കേട്ടോ, ആളുകൾ നുഴഞ്ഞു കയറാതിരിക്കാനുള്ളത്. നമ്മൾ പോകുമ്പോൾ ഉണ്ടല്ലോ എന്താ ഈ റോഡ് വഴി ഇങ്ങനെ പോയിട്ട് അതാണ് ലാസ്റ്റ് ടൗൺ നേപ്പാളിൻ്റെ കാണുന്നത്. അവിടെ നിന്നും നമ്മൾ ആ ഒരു ബ്രിഡ്ജ്, അതാണ് നേപ്പാൾ ചൈന ഫ്രണ്ട്ഷിപ്പ് ബ്രിഡ്ജ്. ആ ഒരു ബ്രിഡ്ജ് ക്രോസ് ചെയ്ത് ഇവിടെയാണ് അവരുടെ എമിഗ്രേഷൻ്റെ പരിപാടികളൊക്കെ. അതൊക്കെ കഴിഞ്ഞത് ഈ ഒരു മല ഇങ്ങനെ ചുറ്റിക്കറങ്ങി ഒരു ചുരമാണ്. ആ ചുരം വഴി വേണം അങ്ങ് ദൂരെയുള്ള ആ ഒരു ടൗണിലേക്ക് എത്തിച്ചേരാൻ വേണ്ടിയിട്ട്. കണ്ടങ്ങൾ നേപ്പാളിൻ്റെ ഈ ഒരു ഭാഗത്തുള്ള ബിൽഡിങ്ങുകൾക്ക് ഇതൊക്കെ ഇടിഞ്ഞു പൊളിഞ്ഞു പോയി, ഇത് തീർന്നു. ഇനിയിപ്പം ഈ ലെഫ്റ്റ് സൈഡിലേക്കാണ് ബിൽഡിങ്ങിലാണെങ്കിൽ അവിടെയും താമസങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. സൂര്യൻ എത്താത്തത് കൊണ്ട് തന്നെ അത്യാവശ്യം നല്ല തണുപ്പുണ്ട്. യെസ്, എല്ലാവരും ബോർഡറിൽ വെയിറ്റിംഗ് ആണ്, എല്ലാവരും കാത്തു വെക്കുന്നുണ്ട്. നമുക്കെന്തായാലും അപ്പുറം വരെ പോകാനുള്ള പെർമിഷൻ ഇല്ല. ഇന്നലെ ഞാൻ വണ്ടി എടുത്ത് ആ ഒരു ഗേറ്റിൻ്റെ ഫ്രണ്ട് വരെ കൊണ്ടുവച്ചായിരുന്നു. അപ്പം അതുപോലെ ഇന്നും ഗേറ്റിന് ഫ്രണ്ട് വരെ ഞാൻ കൊണ്ടുവെക്കട്ടെ. പിന്നെ ഇവിടെ ഉള്ളവർക്കുണ്ടല്ലോ, ഇന്നലെ അവരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് ഇവർക്കൊരു പാസ് കിട്ടും അത്ര. ഈ പാസ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇവർക്ക് ഈ വണ്ടിയും കൊണ്ട് അങ്ങ് മേലെ കാണുന്ന ആ ഒരു ടൗണിലേക്ക്
ചെന്ന് എത്താൻ പറ്റുമെന്നാണ് പറഞ്ഞത്. ഇവിടെ മറ്റേ ബൻസാറിൻ്റെ അവിടേക്ക് ആൾക്കാർ നിൽപ്പുണ്ട്. ചൈന. ഫൈനലി ഫ്രണ്ട്സ്, വീണ്ടും നമുക്ക് ഇന്നലെ വന്ന സ്ഥലത്തേക്ക് എൻട്രി കിട്ടി. ഇവിടം വരെയാണ് നേപ്പാളിൻ്റെ പോർഷൻ. നമ്മൾ ആ കാണുന്നതാണ് നേപ്പാളിൻ്റെ ബോർഡൊക്കെ കണ്ടെങ്കിൽ എന്തോ ചൈനീസ് ഭാഷയിൽ എഴുതിയിട്ടുണ്ട്. ഇവിടെയൊക്കെ ഓരോരുത്തർ ഊഴം കാത്ത് വണ്ടികൾ നിൽക്കുന്നുണ്ട്. ഇവിടെ നിന്ന് അങ്ങോട്ട് പോകുന്നു, അവിടെ നിന്ന് കണ്ടെയ്നർ ഇങ്ങോട്ട് എടുത്തിട്ട് വരുന്നു. അതാണ് പരിപാടി. ലാസ്റ്റ് ബോർഡ് കണ്ടെങ്കിൽ ചൈനീസ് ഭാഷയിലാണ്, എന്താ എഴുതിയേക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല. ഫൈനലി നമ്മളിതാ ചൈനയുടെ തൊട്ടടുത്തെത്തി. നമ്മുടെ ബാക്കിൽ കാണുന്നതാണ് ചൈനീസ് കവാടം ഉള്ളത്. എന്താ പറയുക, എനിക്ക് ഭയങ്കര ആഗ്രഹമുള്ള സ്ഥലമാണ്. ഈ ഒരു പാലം കടന്ന് ഞാൻ പറഞ്ഞില്ലായിരുന്നു കഴിഞ്ഞ ദിവസം നമുക്ക് നമ്മളുടെ വണ്ടിയുമായിട്ട് ആ ഒരു യൂറോപ്യൻ യാത്ര പോകണം. അതിന് ഈ ഒരു പാലം കടന്നാണ് കേട്ടോ പോകേണ്ടത്. എന്തെങ്കിലും ഉണ്ടല്ലോ, നമ്മളിതാ ഈ ഒരു ഗേറ്റും കടന്ന് അപ്പുറത്തേക്ക് പോകും കേട്ടോ. നമ്മുടെ ഓപ്പോസിറ്റ് ഈ ഭാഗം ഉണ്ടല്ലോ, കല്ല് വീഴുന്ന സ്ഥലമാണ്. അതുകൊണ്ട് അതിൻ്റെ താഴെ നിൽക്കുന്ന അത്ര സേഫ് അല്ല. അപ്പോൾ അധികം നേരം അവരവിടെ നിർത്തത്തില്ല. നമുക്ക് തിരിച്ചു കിടക്കാവേ. ഇവരെല്ലാം പാസ് ഉണ്ടാക്കിയിട്ട് തൊട്ടടുത്ത ആ ഒരു ബോർഡറിലേക്ക് സാധനങ്ങൾ കൊണ്ട്, അല്ലെങ്കിൽ അവിടെ നിന്ന് സാധനങ്ങൾ ഇങ്ങോട്ടേക്ക് എടുക്കാനൊക്കെ ആയിട്ട് ഈ ഗ്രാമത്തിലുള്ള ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നതാണ്. ഇതിൻ്റെ മേലധികം നിൽക്കുന്ന സേഫ് അല്ല, കല്ല് വീഴാൻ ചാൻസ് ഉണ്ട് കേട്ടോ. ഫ്രണ്ട്സ്, ബോർഡർ എന്നുണ്ടല്ലോ ജസ്റ്റ് താഴെയായിട്ട് ഞാൻ നമ്മുടെ മീനുക്കുട്ടീനെ കൊണ്ടുവച്ചു. തണുപ്പ് പതൊക്കെ മാറി വരുന്നുള്ളൂ, നാക്കൊക്കെ വീണ്ടും മുളുക്കുന്നുണ്ട്. ഇവിടം വരെ വന്ന സ്ഥിതിക്ക് ഇതുണ്ട്, അങ്ങ് ആ ഒരു മലയുടെ മേലെ ഒരു ഗ്രാമമുണ്ട്. അതാണ് നേപ്പാളിൻ്റെ അവസാനത്തെ ഗ്രാമം. ആ ഒരു ഗ്രാമം കാണാതെ പോകുന്ന മോശമല്ല. കുറച്ചധികം മേലോട്ട് നടക്കണം എന്നാണ് പറഞ്ഞത്. നോക്കട്ടെ, ഞാൻ ഒന്ന് മല കയറി നോക്കട്ടെ. കുറച്ചധികം നാളായില്ല നമ്മൾ ട്രെക്കിങ്ങും ചെയ്തിട്ട്. ഇവിടം വരെ വന്ന സ്ഥിതിക്ക് ആ ഒരു അവസാന ഗ്രാമത്തിൻ്റെ കാഴ്ചകൾ കൂടി നമുക്ക് കാണാം. അവസാന ടൗണിൻ്റെ അവസാന ബോർഡറിൻ്റെ കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അപ്പുറത്തേക്ക് പോകാനുള്ള ആളുകളുടെ നീണ്ട ക്യൂ നമുക്കത് അവിടെ കാണാൻ പറ്റും. നമുക്ക് അങ്ങോട്ട് അല്ല ബോർഡർ കിടക്കേണ്ട ആവശ്യമില്ല. അത് ഇവിടെ ഇങ്ങനെ പടികളുണ്ട്. ഈ പടി വഴിയാണ് മേലോട്ട് കയറേണ്ടത്. അത്യാവശ്യം നല്ല കയറ്റമാണ്. അതുകൊണ്ട് കുത്തനെയുള്ള കയറ്റമാണ്. രാവിലെ ഒരു ചായ മാത്രം കുടിച്ചിട്ടുള്ളത്. ബ്രേക്ക്ഫാസ്റ്റ് വേറെ ഒന്നും കഴിച്ചില്ല. പിന്നെ ഞാനൊന്നും ഉണ്ടാക്കാനും നിന്നില്ല. ഇന്നലെ ഉണ്ടല്ലോ അത്യാവശ്യം രാത്രി ആയപ്പോഴത്തേക്കും നല്ല തണുപ്പ് വന്നു. പിന്നെ ഞാൻ പുതപ്പിൻ്റെ ഉള്ളിൽ തന്നെയാണ് കേട്ടോ നിന്നതേ. ഓക്കെ, നിങ്ങൾ ഇനി കയറുന്ന സ്ഥലം അമ്മേ. ഇവിടെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാലേ, ഞാൻ വരുമ്പോൾ പറഞ്ഞില്ലായിരുന്നു, ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വരുന്ന കുറേ അധികം റോഡുകൾ ഇടിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ചൈനയുടെ ഭാഗത്തും അതുപോലെ റോഡുകൾ കുറേ ഇടിഞ്ഞു പോയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മേലെയുള്ള ടൗണിലേക്ക് ഇപ്പം കണക്ടിവിറ്റി നല്ല രീതിയിലില്ല. അവർ ആ റോഡുകൾ വീണ്ടും പണിത് തുടങ്ങുന്നതേ ഉള്ളേ. ഇവിടെ നിൽക്കുമ്പോൾ ഉണ്ടല്ലോ താഴെയായിട്ട് നമുക്കിതാ നേരത്തെ നമ്മൾ നിന്ന ഒരു ബ്രിഡ്ജ്, അവിടെ നിന്ന് കണ്ടെയ്നറുമായിട്ട് വണ്ടികൾ വരുന്നുണ്ടെങ്കിൽ, അതുകൂടാതെ ഇതാ ചൈനയുടെ ടൗണുകളാണ് ആ കാണുന്നത്. അതിൻ്റെ തൊട്ട് മേലെ സ്റ്റെപ്പിൽ കണ്ടെങ്കിൽ ചുരത്തിലൊക്കെ കണ്ടെയ്നർ ലോറികൾ ഇവിടേക്ക് സാധനങ്ങളുമായിട്ട് വന്ന് കിടക്കുന്നത്. അങ്ങ് ദൂരെ മലയുടെ ടോപ്പിൽ കുറേശ്ശെ നമുക്കിതാ മഞ്ഞ് കാണാനും പറ്റുന്നുണ്ട്. ഇവിടെ ഇത് കണ്ടാൽ നിങ്ങൾ കയറി വരുമ്പോൾ ഒരു മേലെ തട്ടിൽ ചെറിയൊരു വെള്ളച്ചാട്ടമുണ്ട്. വേണമെങ്കിൽ നമുക്ക് ആ ഒരു വെള്ളച്ചാട്ടത്തിൽ കുളിക്കാം കേട്ടോ. നല്ല തണുപ്പായിരിക്കും. തണുപ്പെന്ന് പറഞ്ഞാൽ മേലത്തെ മഞ്ഞുമല ഉരുക്കി വരുന്ന വെള്ളമാണ്. ഇതുപോലൊരു പാലം വഴി ക്രോസ് ചെയ്തിട്ട് വേണം നമ്മൾ ഇപ്പുറം കിടക്കാനായിട്ട്. പിന്നെ വേറൊരു കാര്യമുണ്ടല്ലോ, ഇവിടെ ചൂടുവെള്ളം കിട്ടും. അതായത് ഒരു ചൂടുവെള്ളത്തിൻ്റെ ഉറവുണ്ട് കേട്ടോ. നോക്കട്ടെ, പോകുമ്പോൾ നമുക്ക് സമയമുണ്ടെങ്കിൽ അവിടെ ഒന്ന് കയറാം. ഫൈനലി നമ്മൾ എത്തി നമ്മളുടെ നേപ്പാളിൻ്റെ അവസാനത്തെ ഗ്രാമത്തിലേക്ക്. ഇതൊരു ബുദ്ധിസ്റ്റ് ഗ്രാമമാണ്. കാരണം പ്ലെയിൻ ഫ്ലാഗ്സ് ഒക്കെ കണ്ടില്ല നിങ്ങൾ, അവിടെയുണ്ട്. അതുകൂടാതെ അവിടെ ഒരു സ്തൂപമൊക്കെ ഉണ്ട്. അയ്യോ, ഞാൻ മടുത്തു പോയേ. അത്യാവശ്യം ഉള്ള നല്ല ഹൈക്കുണ്ടത്. ഓ മൈ ഗോഡ്, നടപ്പാതെ പണി വന്നു തോന്നല്ലോ അങ്ങോട്ടേക്ക്. ഇവിടെ ഇവരുടെ കൃഷിയിടമായിരുന്നു. ഗോതമ്പാണോ അതോ നെല്ലാണോ, എന്താ ഗോതമ്പാണെന്ന് തോന്നുന്നു. എന്തായാലും അതിൻ്റെ വിളവെടുപ്പൊക്കെ കഴിഞ്ഞു. അടുത്ത കൃഷി ഇറക്കാനുള്ള വളമെല്ലാം കൊണ്ടുപോയിട്ടുണ്ട്. ചാണകമാണ്. ഇവിടെ നടക്കാനുള്ളൊരു ചെറിയ നടപ്പാതയുടെ പണി നടക്കുന്നു. അങ്ങ് അവിടെ പറമ്പിലൊക്കെ ആൾക്കാർ പണിയെടുക്കുന്നുണ്ട്. ഇവിടെ ഒരു അപ്പൂപ്പനുണ്ട്. പിന്നെ ഇവിടെ ഇവർ ആ നടപ്പാതയുടെ തന്നെ വീണ്ടും കോൺക്രീറ്റുകൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിന് മേലെ ബാക്ക് സൈഡിലുള്ളതൊക്കെ മഞ്ഞുമലയാണ്. അത് അങ്ങ് ടോപ്പിൽ അവിടെയൊക്കെ ആയിട്ടും വീടുകളുണ്ട് കേട്ടോ. അയ്യോ, ഇവിടെ നിന്ന് ജസ്റ്റ് നമുക്ക് താഴോട്ട് നോക്കിയിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ചൈനയുടെ ഭാഗങ്ങൾ കാണാം. ചുരമാണ്, വലിയ ചുരമാണ് കേട്ടോ. ഈ ഒരു മല മുഴുവൻ അവർ ചുറ്റി കറങ്ങി മേലോട്ട് കയറിയിട്ടാണ് അപ്പുറത്തെ ടൗണിലോട്ട് എത്തുന്നത്. നമസ്തേ ഭയ്യ, നമസ്തേ. काम चल रहे? अच्छा, ये गांव का नाम क्या है? वो हमारा नहीं। हाँ, वो चाइना। चाइना मतलब हाँ, ये तो हमारा नेपाल हो गया ना। हाँ, वो हो गए चाइना।
China, Hassa. हाँ खासा Hassa. ओके आ ഒരു ഗ്രാമം അപ്പുറമുള്ള സ്ഥലത്തിൻ്റെ പേര് ഖാസ എന്നാണ് ये हमारे गांव का नाम क्या है Liping. लिपिंग ये border. बॉर्डर गांव Liping मतलब पार China और हाँ हाँ इसलिए मैं इधर आया था കണ്ടില്ല നിങ്ങൾ തൊട്ടടുത്തതാ ഇവർക്ക് രാവിലെ കണ്ണ് തുറന്ന് കാണാൻ പറ്റുന്നത് ചൈനയാണ് ചൈനയുമായിട്ട് തൊട്ടടുത്താണ് ഓക്കെ ഭയ്യാജി ഒരുപാട് വിശേഷങ്ങൾ പറഞ്ഞു അതായത് ആ കാണുന്ന ടൗൺ ഖാസ ഉള്ളതാണെന്ന് അത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് 30 കിലോമീറ്റർ പോയിട്ടുണ്ടെങ്കിൽ യനം എന്ന് പറയുന്ന മറ്റൊരു ടൗൺ അതാണ് അത്യാവശ്യം വലിയൊരു ടൗണാണ് ഈ ഒരു വലിയ മാർക്കറ്റുകളൊക്കെ അവിടെയുണ്ട് അപ്പോൾ ഇങ്ങോട്ടേക്ക് നമ്മൾ കണ്ടെയ്നറൊക്കെ കണ്ടില്ല അതെല്ലാം ആദ്യമേ വരുന്നത് അങ്ങോട്ടേക്കാണ് അതിന് ശേഷമാണ് ഇങ്ങോട്ടേക്ക് വന്ന് ഇവിടെ നിന്ന് താഴെ നേപ്പാളിലേക്ക് വരുന്നത് അതുകൂടെ കണ്ടല്ലോ ഇത് ഇതുവഴി ഇങ്ങനെ കയറിപ്പോയി അത് അങ്ങനെ എത്തി ആ ഒരു മലയുടെ ടോപ്പിലെത്തിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഖാസ എന്ന് പറയുന്ന ടൗണ് അത്യാവശ്യം നല്ല രീതിക്ക് കാണാൻ പറ്റുമെന്നാണ് നമ്മുടെ ഭയ്യാജി പറഞ്ഞത് വായോ നമുക്ക് ഒന്ന് വീണ്ടും മല കയറി നോക്കാം ലിപ്പിങ് എന്നതാണ് ഈ ഒരു ഗ്രാമത്തിൻ്റെ പേര് മറക്കണ്ട ഇതിവിടുത്തെ ഒരു മരം കൊണ്ടും കല്ലുകൊണ്ടൊക്കെ ഉണ്ടാക്കിയേക്കുന്ന വീട് ഇതുണ്ട് അതിൻ്റെ വീട് മുറ്റത്ത് കൃഷിയിടം ഇതിൻ്റെ അകത്ത് ഉള്ളിയുണ്ട് പിന്നെ വേറെ ഇതെന്താ എന്തോ ഒരു ചീരകൃഷിയൊക്കെ ഉണ്ട് കേട്ടോ നല്ല മതിൽ നമസ്തേ ഓക്കെ അവർക്കുണ്ടല്ലോ എല്ലാവർക്കും ഇവിടെ ഹിന്ദി അറിയില്ല കുറച്ച് പ്രായമായ ആളുകൾക്ക് അത്യാവശ്യം ഹിന്ദി അറിയാം എന്നാലും ഒപ്പിച്ചൊപ്പിച്ചാണ് കേട്ടോ അവരൊക്കെ പറയുന്നത് ഇവരുടെ വീടിൻ്റെ സൈഡിൽ കൂടി ഇതാ ഇങ്ങനെ ഒരു വഴിയുണ്ട് നോക്കി നടക്കണില്ലെങ്കിൽ നമ്മൾ താഴോട്ട് പോകും ഇതുവഴി ഇങ്ങനെ നമുക്ക് നടന്ന് മേലോട്ടേക്ക് കയറാം ഇവിടെ എത്തുമ്പോൾ റോഡ് രണ്ടായി പിരിയുന്നുണ്ട് നമുക്ക് തൽക്കാലം ഇതാ ഇതുവഴി പോകാം ആ ഒരു വെള്ളത്തിനെ ക്രോസ് ചെയ്ത് പോകണം എന്നാണ് അപ്പൂപ്പൻ പറഞ്ഞത് ഇതിനെ ആയിരിക്കും സൂക്ഷിച്ച് നടക്കണം കേട്ടോ കൂടെ വേറെ ആരുമില്ല ഇതൊരു അഡ്വഞ്ചറാണ് കേട്ടോ ഇത് നമ്മുടെ തൊട്ട് താഴെ ഇതാ ആ ഒരു വെള്ള ബിൽഡിങ് കാണുന്നത് ബോർഡറാണ് ചൈനയാണ് ഇങ്ങനെ അറിയാത്തൊരു നാട്ടിലെ ഇങ്ങനെ പുതിയൊരു സ്ഥലം കണ്ടുപിടിച്ച് നടക്കാമെന്ന് പറഞ്ഞാൽ ഭയങ്കര രസമാണ് കേട്ടോ മൈ ഗോഡ് ഓ മൈ ഗോഡ് യെസ് നമ്മൾ ആ ഒരു വെള്ളച്ചാട്ടത്തിന് താഴെ നിന്ന് കണ്ട ചെറിയ വെള്ളച്ചാട്ടത്തിൻ്റെ മേലെയുള്ള വെള്ളത്തിൻ്റെ ഭാഗം എത്തി ഓ ഇവിടെ അത്യാവശ്യം വേറെ വെള്ളച്ചാട്ടമുണ്ട് കേട്ടോ ഇവിടെ ഉണ്ടല്ലോ ഉപദ്രവകാരിയായിട്ടുള്ള ആകെ ഒരേ ഒരു മൃഗമുള്ളൂ അത് വന്നിട്ട് ഈ ലെപ്പേഡ്സ് ആണ് അതിനെ സൂക്ഷിച്ചാൽ മാത്രം മതി എവിടെയും കുത്തി ഇരിക്കാണ്ടിരുന്നാൽ മതി ഫൈനലി ഓൾമോസ്റ്റ് നമ്മൾ ആ ഒരു മലയുടെ ടോപ്പിലേക്ക് എത്തി എന്ന് തോന്നുന്നു ഇവിടെയുണ്ട് ഫ്രെയിം ഫ്ലാറ്റ്സ് ഈ ഒരു അടയാളം വെച്ചിട്ടാണ് നമ്മൾ ഇവിടേക്ക് വന്നത് മഞ്ഞുമലയൊക്കെ ഇതാ തൊട്ടടുത്തായി തുടങ്ങിയത് ദൈവമേ ആ ഇത് ഇവരുടെ ഇത് മേളിലൊരു വീടുണ്ട് അത് ഇവരുടെ കൃഷിയാണ് എന്താ അത് ഉള്ളി കൃഷിയാണ് പട്ടിയൊന്നും ഉണ്ടാകൊണ്ടിരുന്നാൽ മതി ഒരു പട്ടിയുണ്ട് കേട്ടോ അവിടെ അതാ ചങ്ങലക്കിട്ടേക്കോ ഇവിടെ എല്ലാം പുതിയ ഉള്ളി ഒരു നട്ടിട്ടുണ്ട് ചങ്ങല കിട്ടു എന്നുള്ളൊരു ധൈര്യത്തിൻ്റെ പുറത്താണ് ഞാൻ നടക്കുന്നത് ടിബറ്റൻ പൂട്ടിയ പട്ടിയില്ലേ ആ പട്ടിയാ അതിൻ്റെ ഇന്നൊരു കടി കിട്ടിയിട്ടുണ്ടല്ലോ വിവരം അറിയും പക്ഷെ ഇവിടെ ഒന്നും ആരുമില്ലേ പോലും ആരുമില്ലേ ഹലോ നമസ്തേ കോയി ഹേ കോഴിയില്ല പട്ടി മാത്രമേ ഉള്ളൂ ഞാൻ ഉണ്ടല്ലോ വളരെ ധൈര്യം സംഭരിച്ച് പട്ടി വന്നാൽ കടിച്ചാലും കാലേ കാടുണ്ടല്ലോ കാടേ കടിച്ചോളും എന്നുള്ളൊരു വിശ്വാസത്തിൽ പട്ടി ഒന്നുമില്ലല്ലേ കുരയ്ക്കുന്ന പോലില്ല പട്ടി എന്തെങ്കിലും കൊള്ളാം എന്താ മേലോട്ട് കയറി വന്നു ഇവിടെ നിന്നിട്ടുണ്ടെങ്കിൽ ശരിക്കും താഴെ നിന്ന് അപ്പം പറഞ്ഞത് വളരെ കറക്റ്റാണ് കേട്ടോ ഇതാണ് ഞങ്ങൾ നമ്മുടെ നേരെ മുമ്പിലായിട്ടാണ് ഇതാ ഒരു പട്ടണം കാണുന്നത് നൈസ് തൊട്ട് താഴെ മൊത്തം ചൈന കേട്ടോ വാ ഞാനേ ഫോണിൽ സൂം ചെയ്ത് കാണിക്കാം നിങ്ങളെ ചുരം കയറി ബോർഡറിൽ നിന്നും വണ്ടികൾ മേലോട്ട് പോകുന്ന ചുരം പാത ഓക്കെ കണ്ടില്ലേ ചുരം പാത കറങ്ങി തിരിഞ്ഞ് എത്തുന്ന നമ്മളുടെ വലിയ ടൗണ് വാ നോക്കി വലിയ ബിൽഡിങ്ങുകൾ കേട്ടോ വലിയ ബിൽഡിങ്ങുകൾ അപ്പോൾ പോരെ ചൈനയുടെ കാഴ്ച ഇത്രയൊക്കെ കണ്ടാൽ പോരെ നമുക്ക് തിരിച്ചിറങ്ങിയാലോ ബാ അപ്പോൾ ഇനിയിപ്പോൾ മലയിറക്കമാണ് മലയിറങ്ങി താഴെ എത്തി മീനുക്കുട്ടി അവിടെ സേഫായിട്ട് ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കുന്നു അല്ലാണ്ട് എന്ത് പറ്റാനല്ലേ ഇവിടെയുള്ള ആളുകളൊക്കെ ഉണ്ടല്ലോ ഇപ്പം നമ്മൾ ബോർഡറിൽ വന്നപ്പോൾ അവിടുത്തെ പോലീസാണെങ്കിലും അല്ലെങ്കിൽ അവിടുത്തെ എമിഗ്രേഷനിൽ ഇരിക്കുന്ന ആൾക്കാർ അവരൊക്കെ വിളിച്ച് ഇങ്ങനെ വണ്ടിയും കൊണ്ട് വന്ന് കണ്ടിട്ടേ എന്നിട്ട് ഇവിടെ നിന്നാണ്
കേരളത്തിൽ നിന്നാണ് ബൈക്കുമായിട്ടാണ് വരുന്നതെന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് ഭയങ്കര സ്നേഹം. അങ്ങനെ കുറേ വിശേഷങ്ങളൊക്കെ പറഞ്ഞ് യാത്രയിൽ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ലല്ലോ എന്നൊക്കെ ചോദിച്ച് അതൊക്കെ ഒന്ന് കൺഫേം ചെയ്തിട്ടൊക്കെയാണ് വിട്ടത്. വളരെ നല്ല ഫ്രണ്ട്ലി ആയിട്ടുള്ള ആൾക്കാരാണ്. അതിന് ഒന്നാമത്തെ പ്രധാനപ്പെട്ട കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊന്ന് ഇന്ത്യയിൽ നിന്ന് വരുന്നതാണ്. അത് കൂടാതെ നമ്മൾ ബൈക്കുമായിട്ട് ഒരു ബൈക്ക് ഓടിച്ച് അത്രയും ദൂരെ നിന്നും ഇവിടം വരെ വരിക എന്ന് പറയുമ്പോഴത്തേക്കും അവർക്കൊക്കെ ഭയങ്കര എന്താ പറയുക അഡ്വഞ്ചറായിട്ട് തോന്നുന്നൊരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ടൊക്കെ കൂടി കിട്ടുന്ന റെസ്പെക്റ്റാണ് കേട്ടോ. എന്തായാലും വായു തിരിച്ചിറങ്ങാം. നമ്മുടെ ലിപ്പിംഗ് ഗ്രാമം ഇതാ ഈ കാണുന്ന വഴി ഇനിയിപ്പം മുഴുവൻ നമുക്ക് അങ്ങ് മലയുടെ ഇടവഴി അങ്ങ് പോകാനുള്ളതാണ്. നമ്മളുടെ ഇന്ത്യയിലേക്ക് കിടക്കണം. അതിന് മുമ്പായിട്ട് നേപ്പാളിലൂടെ ഇന്ന് എത്ര ദൂരം ഓടാൻ പറ്റും എന്നുള്ളത് നോക്കാമല്ലോ നമുക്ക്. ഇവിടെ നിന്നും വെറും 115 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ നേപ്പാളിൻ്റെ തലസ്ഥാനമായിട്ടുള്ള കാഠ്മണ്ഡുവിലേക്ക്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു മേഖല ഇവർ ചൈന നല്ല രീതിയിൽ ഡെവലപ്പ് ചെയ്തെടുത്ത് മാക്സിമം ചരക്കുകൾ ഇങ്ങോട്ടേക്ക് എത്തിക്കാനുള്ള ശ്രമം നടത്തുന്നത് കേട്ടോ. ശരിക്കും ഉണ്ടല്ലോ ഈ മല ഇറങ്ങുമ്പോൾ ഞാൻ ആലോചിക്കുന്നത് നമ്മൾ ഈ രാജ്യങ്ങൾ തമ്മിൽ ഈ അതിർത്തികളുടെ ഈ ഒരു സെപ്പറേഷനൊന്നും ഇല്ലായിരുന്നു എങ്കിൽ ഓരോ രാജ്യക്കാരനും വേറെ ഏത് രാജ്യത്തേക്കും ഈസി ആയിട്ട് കടന്ന് എല്ലാം പറ്റുമായിരുന്നു എങ്കിൽ നമുക്ക് ഇപ്പോൾ നമ്മളുടെ മീനുക്കുട്ടീനെ എടുത്തിട്ട് റോഡ് ക്രോസ് ചെയ്ത് അപ്പുറം പോയി ചൈന വഴി അങ്ങനെ കടന്നു പോകാൻ പറ്റുമായിരുന്നു. യാത്രകൾ ഈ ഒരു രാജ്യങ്ങളുടെ അതിർത്തിക്കെട്ടുകൾക്കുള്ളിൽ മാത്രമായിട്ട് തളച്ചിടപ്പെടില്ലായിരുന്നു കേട്ടോ. നമ്മുടെ ഈ കാണുന്ന ബോർഡർ കടന്ന് അപ്പുറം ചൈനയിലൂടെ ബൈക്ക് ഓടിച്ച് പോകാൻ, ബൈക്കെല്ലാം ഏത് വണ്ടി ഓടിച്ച് പോകാനുണ്ടല്ലോ അത്യാവശ്യം നല്ല എക്സ്പെൻസീവാണ്. അതായത് അവിടെ നമ്മളുടെ വണ്ടിയുടെ ഒരു എമൗണ്ട് നമ്മൾ അവിടെ കെട്ടിവെക്കണം. അതുകൂടാതെ ചൈനയിലൂടെ യാത്ര ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് അവിടെ നിന്നൊരു ഗൈഡിനെ ഹയർ ചെയ്യേണ്ടതൊക്കെ വരും. അങ്ങനെയൊക്കെ ആകുമ്പോഴത്തേക്കും ചൈനയിലൂടെയുള്ള യാത്ര ഭയങ്കര എക്സ്പെൻസീവ് ആവും. നമുക്ക് നേപ്പാളൊന്നും കയറി വരുന്ന പോലെ അത്ര ഈസി ആയിട്ട് വരില്ല. അതുകൊണ്ടൊക്കെയാണ് പല ആളുകളും പോകാത്തതും പോകാൻ മടിക്കുന്നതും ഒക്കെ. നമുക്ക് എന്തായാലും അതിനുള്ളൊരു സാഹചര്യം എത്രയും പെട്ടെന്ന് തന്നെ ഒരുങ്ങുമെന്ന് പ്രതീക്ഷിക്കുന്നു. അങ്ങനെ കിട്ടുവാണെങ്കിൽ നമുക്ക് കാണാമായിരുന്നു ഇതിനപ്പുറത്തേക്ക് എന്താണ് ചൈന ഒരുക്കി വെച്ചേക്കുന്ന അത്ഭുതങ്ങളെന്ന്. ഈ ഹിമാലയൻ മലനിരകളിൽ അവർ വലിയ വലിയ ബിൽഡിങ്ങൾ, വലിയ വലിയ ടൗണുകൾ എങ്ങനെ ഉണ്ടാക്കിയെടുത്തു എന്നുള്ള കാഴ്ചകളൊക്കെ നമുക്ക് നേരിട്ട് കാണാൻ പറ്റുമായിരുന്നു കേട്ടോ. ഞാൻ ഇറങ്ങി വരുമ്പോഴത്തേക്കും രാവിലെ അപ്പുറത്തെ ടൗണിലേക്ക് പോയ കുറേ ആൾക്കാർ തിരിച്ചു വരുന്നുണ്ട്. അവരെയൊക്കെ ഇവിടെ നിന്ന് പോലീസ് ചെക്ക് ചെയ്തിട്ടാണ് അവരെന്തെങ്കിലും കൂടുതൽ കാര്യമായി കടത്തുന്നുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്തതിന് ശേഷമാണ് കേട്ടോ വിടുന്നത്. ഫൈനലി നമ്മൾ താഴെ എത്തി. ഇനി മീനുക്കുട്ടി അവിടെ ഉണ്ടോ എന്നുള്ളതൊന്നും ചെക്ക് ചെയ്യട്ടെ. ഇനി ആരെങ്കിലും മീനുക്കുട്ടിയെ ചൈനയിലേക്ക് കടത്തിയിട്ടുണ്ടോ? പോയിട്ട് കൊണ്ടുവരുന്നത് ഇവിടെ ഷോപ്പിലേക്ക് വിൽക്കാൻ വേണ്ട അത്യാവശ്യ സാധനങ്ങളാണ് കേട്ടോ. ഒരു കയ്യിൽ തൂക്കിയെടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള സാധനങ്ങൾ, കൂടുതലായിട്ടുള്ള വലിയ കിൻഡിൽ കണക്കിന് സാധനങ്ങൾ നിങ്ങൾ ഇതുപോലുള്ള കണ്ടെയ്നറിലായിരിക്കും പോവുക. ഇത് കണ്ടല്ലേ നിങ്ങൾ, ഇത് അവിടെ നിന്ന് കൊണ്ടുവന്നേക്കുന്ന സാധനങ്ങളാണ് കേട്ടോ. ഇതെല്ലാം ആ ഒരു ടൈപ്പ് ചൈനയിൽ നിന്നുള്ള സ്വീറ്റ്സ് ഐറ്റംസ് ഒക്കെയാണ്. നൂഡിൽസ് കാര്യങ്ങളൊക്കെയുണ്ട്. നൈസ് ജ്യൂസൊക്കെ കണ്ടോ നിങ്ങൾ? നൈസ് ജ്യൂസ്. ജസ്റ്റ് ടേക്കിനെ കയ്യില് ഞാനിവിടെ നിന്നുണ്ടല്ലോ ഇതൊരു മാംഗോ ജ്യൂസ് വാങ്ങി. ഇതിൻ്റെ ഉള്ളിലുണ്ടല്ലോ പൾപ്പി മാംഗോസ് ഉണ്ട് കേട്ടോ. അതുകൂടാതെ മാംഗോ മാത്രമല്ല ആപ്പിള്, മുന്തിരി, അങ്ങനെ പല സാധനങ്ങളും ഉണ്ട്. 100 രൂപ, 100 നേപ്പാളി റുപ്പീസാണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് വരുന്നത്. നമ്മുടെ മീനുക്കുട്ടി ഇവിടെ ഉണ്ട്. മീനുക്കുട്ടിയുടെ ചുറ്റും ആൾക്കാരും ഉണ്ട്. ഹായ്, ഹലോ, ഹായ് പോലാണ്. ഹലോ ഹലോ. ഇവരെല്ലാം ഇവിടുത്തെ നാട്ടുകാരാണ്. ഞാൻ നേരത്തെ വാങ്ങിയ ആ സാധനം ഉണ്ടല്ലോ അത്യാവശ്യം നല്ല ടേസ്റ്റാണ്. അതിൻ്റെ ഉള്ളിൽ ഈ മാങ്ങയില്ലേ, മാങ്ങ പ്രോസസ്സ് ചെയ്തിട്ട് ഇട്ടിട്ടുണ്ട്. അതിങ്ങനെ നമുക്ക് കുടിക്കുന്നതിൻ്റെ കൂടെ കടിക്കും കൂടി ചെയ്യാൻ പറ്റും കേട്ടോ. നൈസാണ്. നമ്മളും അങ്ങനെ തിരിച്ചിറങ്ങുകയാണ്. ഇവിടെ നിന്നുണ്ടല്ലോ കണ്ടെയ്നർ ലോറികൾ വളരെ ലിമിറ്റഡ് ഓരോ കണ്ടെയ്നറും കൊണ്ടുവന്ന് അവിടെ കൊണ്ടുപോയി വിട്ടതിന് ശേഷം അടുത്ത ഇതെടുക്കാൻ വേണ്ടി വണ്ടികൾ വരുള്ളൂ. അങ്ങനെ ലിമിറ്റഡ് ആയിട്ടാണ് കേട്ടോ പോയിക്കൊണ്ടിരിക്കുന്നത്. ആ ഒരു വെള്ളപ്പൊക്കം ഇല്ല. നല്ല രീതിയിൽ ഈ ഒരു ഗതാഗതം, ഇവിടുത്തെ ചരക്ക് ഗതാഗതത്തെ ബാധിച്ചു. ഇവിടുത്തെ റോഡുകളൊക്കെ ഇടിഞ്ഞു പോയി. ഇതിപ്പോൾ താൽക്കാലികമായിട്ട് നിർമ്മിച്ചേക്കുന്ന റോഡുകളാണ് കേട്ടോ. നമുക്കുണ്ടല്ലോ ഇനി നേപ്പാളിൽ ടോട്ടൽ 5 ദിവസത്തെ പെർമിറ്റാണ് ഉള്ളത്. അത് കൂടാതെ എൻ്റെ കയ്യിൽ ഇനി ആകെ ഒരു 2600 രൂപ നേപ്പാളിയാണ് ഉള്ളത് കയ്യിൽ. അത്രയേ ഉള്ളൂ. അത്രയും ദിവസം കൊണ്ട് ഈ 5 ദിവസം തള്ളി നീക്കാൻ പറ്റുമോ എന്നുള്ളതാണ് ഒരു സംശയം. എന്താക്കും? ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞ ആ ഒരു തത്വപാനി ഹോട്ട് സ്പ്രിങ് അത് ഇവിടെയാണുള്ളത്. ഒരു ചൂടുവെള്ളം വരുന്ന ഉറവ. നമുക്ക് അവിടെ നിൽക്കേണ്ടതായിട്ടുണ്ടോ? കാരണം അത് വളരെ കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ, കുറച്ച് പൈസയേ ഉള്ളൂ കയ്യിൽ. അപ്പോൾ മാക്സിമം ചിലവ് ചുരുക്കി മാക്സിമം പെട്ടെന്ന് തന്നെ നമുക്ക്
ഇനിയിപ്പോൾ പോകേണ്ടത് എങ്ങോട്ടേക്കാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നേപ്പാളിൻ്റെ അങ്ങേയറ്റത്തെ ബോർഡറിലേക്കാണ് കേട്ടോ. അതായത് കക്രാപത്തി എന്ന് പറയുന്ന ആ ഡാർജിലിംഗ് സിലിഗുരി സൈഡിലോട്ടൊക്കെ എത്തിച്ചേരുന്ന ആ ഒരു ബോർഡറിലേക്കാണ് നമുക്ക് പോകേണ്ടത്. അതിന് മുമ്പായിട്ടുണ്ടല്ലോ നമ്മൾ ജനക്പൂർ എന്ന് പറയുന്ന മറ്റൊരു സ്ഥലത്തേക്ക് കൂടി പോകും. ജനക്പൂർ അതായത് സീതാദേവിയുടെ ജന്മസ്ഥലം, കൊട്ടാരം എന്നൊക്കെ വിശ്വസിക്കപ്പെടുന്ന ആ ഒരു മേഖലയിലേക്ക് നമ്മളങ്ങനെ ഉണ്ടല്ലോ നേപ്പാളിൻ്റെ കസ്റ്റംസ് ഏരിയയിലേക്ക് എത്തി. ഇത് അങ്ങ് ദൂരമായിട്ട് കാണുന്നത് അതാണ് കസ്റ്റംസ് ക്ലിയറൻസ് ഓഫീസ് കാര്യങ്ങളൊക്കെ. അവിടെ നിന്നും കൊണ്ടുവരുന്ന ചരക്ക് ഇതാ അങ്ങോട്ടേക്ക് കൊണ്ടുപോയി അവിടെ നിന്നും ചെക്ക് ചെയ്ത് ക്ലിയറൻസ് കിട്ടിയതിന് ശേഷം മാത്രമേ നേപ്പാളിൻ്റെ ബാക്കി ഭാഗങ്ങളിലോട്ടൊക്കെ പോകത്തുള്ളൂ. അപ്പം ഇവിടം വരെയാണ് ആ ഒരു ഫ്രീ സോൺ വരുന്നത് കേട്ടോ. ആ ഫ്രീ ഉള്ളത് കൊണ്ടാണ് അവിടെ നിന്ന് ആ ചെറിയ ആൾക്കാർ കൊണ്ടുവരുന്ന അപ്പോൾ ജ്യൂസ് പോലുള്ള കാര്യങ്ങളൊക്കെ ആണെങ്കിലും അത്യാവശ്യം വിലക്കുറവിൽ നമുക്ക് കിട്ടുന്നത്. അതിനിപ്പം കാഠ്മണ്ഡു ടൗണിലോട്ടൊക്കെ എത്തുമ്പോഴത്തേക്കും അതിന് റേറ്റ് നല്ല രീതിക്ക് കൂടുവേ. അവിടെ നേപ്പാളിൻ്റെ മിലിറ്ററി ഉണ്ടായിരുന്നു. അപ്പോൾ അവർ ഇന്നലെ ഓൾറെഡി എന്നെ കണ്ടത് കൊണ്ട് അതിൽ കണ്ട ഒരു ഉദ്യോഗസ്ഥൻ അവിടെ ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ പൊക്കോളാൻ പറഞ്ഞു, വേറെ ചെക്കിങ്ങുകളൊന്നുമില്ല. അതല്ല എന്നെ പരിചയമില്ലാത്ത ആരെങ്കിലും ആയിരുന്നെങ്കിൽ എപ്പോൾ പോയി, എങ്ങനെ പോയി, എന്താണ് കൊണ്ടുവന്നത്, ഫുള്ള് ചെക്കിങ് കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ വിടത്തുള്ളായിരുന്നു. കാരണം നമ്മൾ ചൈനയിൽ നിന്നും വണ്ടി ഓടിച്ച് ഇങ്ങോട്ടേക്ക് വന്നതാണെന്ന് ആദ്യ കാഴ്ചയിൽ അവർ പ്രതീക്ഷിക്കും കേട്ടോ. അങ്ങനെ ഒരു കാലം വേണം ഇല്ലേ, വേണ്ടേ? കൂടെ ഉണ്ടാവില്ല നിങ്ങൾ കൂടെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ബോർഡറൊക്കെ കടന്ന് അപ്പുറം പോയി ചൈന കടന്ന് ചൈനയിൽ നിന്നും നമുക്ക് റഷ്യയൊക്കെ പോയി അതിലൊക്കെ കറങ്ങി അടിച്ച് അങ്ങനെ യൂറോപ്പ് ഇവിടേക്കാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പോകാൻ പറ്റും കേട്ടോ. നിങ്ങൾ കൂടെ തന്നെ ഉണ്ടാവുക. നമ്മുടെ സ്വപ്നങ്ങൾ നമുക്ക് സാക്ഷാത്കരിക്കാൻ സാധിക്കും തീർച്ചയായിട്ടും. ആക്ച്വലി ചെറിയൊരു വള്ളി കുടുങ്ങിയിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഇന്നലെ ഇവിടെ നിന്ന് പോകുമ്പോൾ ഇവിടെ നിന്ന് ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ട്. അതൊരു ടൂറിസ്റ്റ് ചെക്ക് പോസ്റ്റാണ്. അപ്പോൾ അവിടെ നിന്ന് എന്തോ ഒരു പെർമിറ്റ് എടുത്തതിന് ശേഷമായിരുന്നു നമ്മൾ പോകേണ്ടത് എന്നാണ് ഇപ്പോൾ അവിടുത്തെ ഒരു ഉദ്യോഗസ്ഥനാണ്. ഞാൻ അവിടെ നിന്ന് പാസ് ചെയ്ത് വരുമ്പോൾ പുള്ളി എന്നെ കണ്ടിട്ട് എൻ്റെ പുറകെ വന്ന് എന്നെ ചേസ് ചെയ്ത് പിടിച്ചതാണ്. പക്ഷെ പുള്ളിക്കാരൻ പറഞ്ഞത് പുള്ളിക്കാരൻ ഇന്നലെ വെക്കേഷനിൽ പോയതാണ്. അപ്പോൾ ഞാൻ ഇന്നലെ ചെല്ലുമ്പോൾ അവിടെ ഒരു ബോർഡ് ഇങ്ങനെ കണ്ടു, അതായത് ടൂറിസ്റ്റ് ഇൻഫർമേഷൻ സെൻ്റർ എന്നുള്ളത്. അവിടെ ചോദിച്ചിട്ട് പോകാൻ നോക്കുമ്പോൾ അവിടെ ആരുമില്ല, അത് പൂട്ടി കിടക്കുമായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് ഞാൻ കയറിപ്പോയത്. പിന്നെ മിലിറ്ററിയുടെ ഇതൊക്കെ കണ്ടല്ലോ, അന്നേരം ഇപ്പോൾ പിന്നെ അവരൊന്നും വലിയ ചെക്ക് പോസ്റ്റിൻ്റെ പെർമിറ്റിൻ്റെ കാര്യങ്ങളൊന്നും ചോദിച്ചില്ല. അപ്പോൾ എന്തായാലും ഇപ്പോൾ അവിടം വരെ ചെന്നിട്ട് ഒരു പെർമിറ്റ് അവിടെ നിന്ന് എടുക്കണം എന്ന് പറഞ്ഞു എന്നോട്. അപ്പോൾ ഞാൻ വീണ്ടും തിരിച്ച് ആ ഒരു ചെക്ക് പോസ്റ്റിലോട്ട് പോവുകയാണ് കേട്ടോ. ഫ്രണ്ട്സ്, നമുക്കിവിടെ നിന്നും ടിക്കറ്റ് എടുക്കേണ്ടി വന്നു. അതിൻ്റെ കൂടെ അവർ ഇവിടുത്തെ കുറച്ച് ബ്രോഷറൊക്കെ തന്നിട്ടുണ്ട്. 1000 രൂപയാണ് കേട്ടോ നമ്മൾ സാർക്ക് കൺട്രീസിൻ്റെ ആളുകൾക്ക് വരിക. ഈ കാണുന്നത് ഇവിടുത്തെ ഒരു പ്രൈമറി ഹെൽത്ത് സെൻ്ററാണ്. ഇതിൻ്റെ താഴെയായിട്ട് കാണുന്നത് ഇവിടുത്തെ ഒരു ഡാമാണ്. എന്തായാലും പൈസ സേവ് ചെയ്ത് പോകാമെന്നുള്ള എൻ്റെ പ്ലാൻ. 1000 രൂപ ഹതാഹുവ. എനിക്കറിയാൻ പാടില്ല ഇനി പൈസ എവിടെ നിന്ന് കിട്ടും, എങ്ങനെ എടുക്കും എന്നുള്ളത്. എൻ്റെ കയ്യിൽ ഇനിയിപ്പോൾ 1600 നേപ്പാളി റുപ്പീസും അതുകൂടാതെ ഒരു 2000 ഇന്ത്യൻ രൂപയാണ് ക്യാഷായിട്ട് കയ്യിലുള്ളത്. ദൈവമേ, വണ്ടിക്ക് പെട്രോൾ അടിക്കണമല്ലോ. ഫ്രണ്ട്സ്, കയ്യിലുണ്ടായിരുന്ന ഒരു 500 രൂപയ്ക്ക് ഞാൻ പെട്രോൾ അടിച്ചു. ഇവിടെ ഇന്ത്യൻ രൂപയ്ക്ക് ചേഞ്ച് ചോദിച്ച സമയത്ത് ഇവർ പറഞ്ഞ് ഈ ഒരു ഭാഗത്ത് അക്സെപ്റ്റ് ചെയ്യില്ല. കാരണം ഇതൊരു ചൈനയോട് ചേർന്ന ഭാഗമാണല്ലോ. ഇനി നമ്മൾ ജനക്പൂർ സൈഡിലേക്ക് എത്തിക്കഴിഞ്ഞിട്ട് അവിടെയുള്ള പെട്രോൾ പമ്പുകളിൽ ചോദിച്ച് നോക്കണം. ഈ അവിടം വരെ ഈ ഒരു 3 കട്ട കൊണ്ട് എത്തിപ്പെടും എന്ന് പ്രതീക്ഷിക്കുന്നു. ഇല്ലെങ്കിൽ ഒരു വഴിയില്ല, നമ്മൾ എത്തിയേ പറ്റത്തുള്ളൂ. ഫ്രണ്ട്സ്, മെയിൻ ഹൈവേ റോട്ടിൽ നിന്നുണ്ടല്ലോ നമ്മളുടെ ജനക്പൂർ സൈഡിലേക്ക് ചാടാൻ വേണ്ടിയിട്ട് ബഗുണ്ടി അങ്ങനെ പറഞ്ഞ സ്ഥലമുണ്ട്. അപ്പോൾ അങ്ങോട്ടേക്ക് ചാടാൻ വേണ്ടി ഇവിടെ നിന്നും ഒരു മലയുടെ ഇവിടെ നിന്നൊരു കട്ടിങ് ഗൂഗിൾ മാപ്പ് തന്നു. ഞാൻ ഇവിടെയുള്ള ആൾക്കാരോട് ചോദിച്ച് കൺഫേമും ചെയ്തു. അപ്പം അവർ പറഞ്ഞു കുറച്ച് സ്ഥലത്ത് റോഡ് മോശമുണ്ട്, അത് കഴിഞ്ഞിട്ട് ചെറിയ റോഡാണ്, പക്ഷെ നിങ്ങൾക്ക് ഇതുവഴി പോകാം എന്ന് പറഞ്ഞ്. അപ്പോൾ നമുക്ക് ഇതുവഴി തന്നെ പോകാം. കാരണം അന്നേരം ഇപ്പോൾ നമുക്ക് ഈ ഗ്രാമങ്ങളുടെ ഉള്ളിലൂടെ പോകാം. പിന്നെ നമ്മൾ വന്നപ്പോൾ നിങ്ങൾ കണ്ടല്ലോ മെയിൻ റോഡിൻ്റെ അവസ്ഥയും ഏകദേശമല്ല, നല്ല രീതിയിൽ ഓഫ് റോഡാണ്. അതിലും ബെറ്റർ ആയിരിക്കും ചെറിയ റോഡെന്ന് തോന്നുന്നു കേട്ടോ. ഏതായാലും ഉൾ റോഡിലോട്ട് കയറുവാണല്ലോ, ഒരു ധൈര്യത്തിന് വേണ്ടിയാണ് 500 രൂപയ്ക്ക് കൂടി ഞാൻ എണ്ണ അടിച്ചിട്ടുള്ളത്. മാപ്പിനെ നമ്പാൻ പാടില്ല എന്നുള്ളത് പറയുന്നത് കറക്റ്റാണ് കേട്ടോ. നമുക്ക് നിങ്ങൾ നമ്മളെ കൊണ്ടുവച്ച് ഓടിച്ചൊക്കെ കാണാപ്പാന്ന് മാപ്പ് കയറുമെന്ന് തോന്നുന്നു. പിന്നെ കയറിയോടെ വീടൊന്നും ചെയ്യില്ല. അയ്യോ, രക്ഷോട്ട് എൻ്റെ മാപ്പേ. ശരിക്കുള്ളൊരു ഗ്രാമീണ വഴി തന്നെ കേട്ടോ. കണ്ടില്ല നിങ്ങൾ, മണ്ണ് തേച്ച വീടുകൾ, ഗ്രാമ വീടുകൾ, പശുക്കൾ. താഴോട്ട് ഇറങ്ങിയപ്പോഴത്തേക്കുണ്ടല്ലോ കോട്ടൊക്കെ ഇട്ടത് ഭയങ്കര ഒരു
ബുദ്ധിമുട്ടായി. ഇവിടെ കണ്ടില്ല നിങ്ങൾ, പ്ലാവ് ഉണ്ട്, മാവുണ്ട്. അതായത് നമ്മുടെ നാട്ടിലെ ക്ലൈമറ്റാണ്. സോ അത്യാവശ്യം നല്ല ചൂട് പുഴുങ്ങുന്നുണ്ട്. അത് കൂടെ ഉണ്ടല്ലോ ഇവിടുത്തെ മണ്ണിൻ്റെ കളറുണ്ടോ നിങ്ങൾ, റെഡ് കളറ്, ചുവന്ന മണ്ണാണ് കേട്ടോ ഈ ഒരു ഭാഗത്തുള്ളത്. ആഹാ, എൻ്റെ ചേട്ടാ പേടിപ്പിക്കില്ലേ. ഗ്രാമീണ വഴിയാകുമ്പോൾ നമ്മൾ സൂക്ഷിക്കണം. കാരണം ഗ്രാമത്തിലപ്പോൾ വരുന്ന ആളുകൾ ലിക്കും ലഗാനവും ഇല്ലാതെ വരാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ പുറത്തു നിന്നുള്ള ആൾ നമ്മളായതുകൊണ്ട് നമുക്ക് പണി കിട്ടാനും ചാൻസ് ഉണ്ട്. പിന്നെ ഓ മൈ ഗോഡ്, കടുകുപാടാണ് കേട്ടോ ഈ ഭാഗത്ത്. ആ ഭാഗത്ത് വന്നിട്ട് എനിക്ക് തോന്നുന്നത് ഗോതമ്പായിരിക്കണം. അതുകൂടാതെ ഇത് വന്നിട്ട് ഉരുളക്കിഴങ്ങാണ് കേട്ടോ, ഉരുളക്കിഴങ്ങ് പാടങ്ങൾ. ആഹാ, നൈസ്. നല്ലൊരു കൃഷിയിടത്തിലേക്ക് കറക്റ്റ് ആ ഒരു താഴ്വരയിലോട്ടാണ് നമ്മൾ വന്നിറങ്ങിയത്. നല്ല വഴി പോയി സൂചിച്ചത് മതി. ഇനിയിപ്പം മൺറോട്ടിലോട്ട് കയറിക്കോളാം, മാപ്പ് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. മൺറോട്ടിൽ കയറുക. ഇനിയിപ്പോൾ മാപ്പ് പറയുന്നത് മാത്രമേ നമുക്കും കേൾക്കാൻ പറ്റത്തുള്ളൂ, വേറെ വഴികളില്ല. കാരണം മാപ്പിനെ വിശ്വസിച്ച് നമ്മൾ ഇത്രയും ദൂരം എത്തിയല്ലോ. ഞാൻ പിന്നെ എന്തിനാണെന്നറിയാമോ ഇതുപോലത്തെ വഴികളിലൂടെ കയറുന്നത്? ചില സമയത്തുണ്ടല്ലോ അപ്രതീക്ഷിതമായ ചില അനുഭവങ്ങൾ അല്ലെങ്കിൽ കണ്ടൻറ്റുകൾ നമ്മളുടെ മുമ്പിലേക്ക് ഇതുപോലെയുള്ള വഴികൾ കൊണ്ടുവന്ന് തരും കേട്ടോ. നമ്മളെപ്പോഴും ഹൈവേ മാത്രം പിടിച്ചു പോയിട്ടുണ്ടെങ്കിൽ ആ ഒരു എക്സ്പീരിയൻസ് നമുക്ക് കിട്ടില്ല. ഇത് കുറച്ച് ടെൻഷൻ അടിച്ചിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആണ്. എന്നാലും ഇതൊക്കെയല്ലേ യാത്ര അല്ലേ. ഏതൊക്കെയോ കാട്ടുവഴിയിലൂടെയൊക്കെ നമ്മൾ വരുന്നുണ്ട്. വഴി അവിടെ ഇടിഞ്ഞു പോകേണ്ടിരുന്നാൽ മതിയായിരുന്നു. ചെറിയ എന്തെങ്കിലും ബൈക്കിന് പോകാൻ മാത്രമുള്ളൊരു കണക്ഷൻ കിട്ടിപ്പോകുന്ന ഇത്ര രീതിയിൽ പോയാലും മതിയായിരുന്നു. എനിക്ക് തോന്നുന്നുണ്ടല്ലോ ഈ കള്ളക്കടത്തുകാരൊക്കെ ഉപയോഗിക്കുന്ന വഴിയാന്ന് തോന്നുന്നത്, ഈ കാട്ടിൽ നിന്ന് തടി വെട്ടി കൊണ്ടുപോകാനൊക്കെ. അതുപോലെ തോന്നുന്നുണ്ട്. എൻ്റെ പൊന്നടിയാ, നോക്കിക്കാൻ നിങ്ങൾ ഇവിടുത്തെ വഴി എങ്ങനെയാന്ന്. ചതി. പക്ഷെ ഇറങ്ങാണ്ട് പറ്റത്തില്ല, ഇറങ്ങിയേ പറ്റത്തുള്ളൂ. ഇറങ്ങാൻ നോക്കാൻ ചെയ്യാനല്ലേ. നമ്മുടെ ഇത്രയും പവറുള്ള വണ്ടി കൊണ്ടുള്ളത് വന്നത് കൊണ്ട് നമ്മളങ്ങനെ ചെളിയിലൊന്നും പൂണ്ട് കുടുങ്ങി പോവില്ല എന്നുള്ളൊരു വിശ്വാസം മാത്രമേ ഉള്ളൂ. ഇനി ഇതുപോലത്തെ സാധനം ഉണ്ടാവേണ്ടിരുന്നാൽ മതിയാണ്. ഇതൊന്നും ശരിക്കും ഒരു വഴിയല്ല കേട്ടോ, ഇതൊരു വഴിയേ അല്ല. ഇവരുടെ എന്തോ എനിക്ക് തോന്നുന്നു തടിയോ അങ്ങനെ എന്തോ കടത്താനോ അല്ലെങ്കിൽ അങ്ങനെ എന്തോ ഒരു പരിപാടിക്കുള്ള ഒരു എളുപ്പ റൂട്ട് മാത്രമാണ്. അതായത് ഒരു ഹൈവേനെ ക്രോസ് ചെയ്ത് കട്ട് ചെയ്ത് ഇപ്പുറം കയറുകയാണ്. അതായത് കുറേ ഒരു 10-30 കിലോമീറ്റർ ദൂരം നമുക്ക് കുറഞ്ഞു കിട്ടും മാപ്പിൽ. അങ്ങനെയാണ് മാപ്പിൽ കാണുന്നത്. അതുകൊണ്ടാണ് ഞാനും എന്തായാലും ഇതുവഴിക്ക് വന്നത്. അവിടുന്ന് വഴി വെച്ച് ചങ്ങായി ഇച്ചിരി ഓഫ് റോഡ് ഉണ്ടെന്ന് പറഞ്ഞു. ഇപ്പോൾ കണ്ട ഇച്ചിരി ഓഫ് റോഡ് ആയിരിക്കണേ, അതിൽ കൂടുതൽ ഉണ്ടാവില്ലേ. എന്താ പറഞ്ഞ അയ്യോ, കുത്തനെയുള്ള കയറ്റം തുടങ്ങി. ഈ മലയുടെ ഒരു അപ്പുറത്തെ സൈഡിലാണ് നമുക്ക് പോയി ചാടേണ്ടത്. ഒരു 1.6 കിലോമീറ്റർ കഴിയുമ്പോൾ ഇടത്തോട്ട് പോകാൻ വേണ്ടി പറയുന്നുണ്ട്. എന്തായാലും വണ്ടി ഓടിയ പാടുകൾ കാണുന്നുണ്ട്. അത്യാവശ്യം വണ്ടികൾ വരുന്നൊരു വഴിയാണ്. ഇപ്പം വണ്ടികൾ ഓടുന്നില്ലെന്നേ ഉള്ളൂ. അതുകൊണ്ട് വണ്ടിയിൽ പോകാത്ത സ്ഥലമല്ല. ചെറിയൊരു സമാധാനം കിട്ടി. ആൾ താമസമുള്ള ഏരിയയിൽ വന്നു. ദൈവമേ, ഇനിയിപ്പം ഈ മലയുടെ അപ്പുറയാണുള്ളത്. ആ മല ഞാൻ അതാ ഹൈവേ പോകുന്നു. ഹൈവേയുടെ കൈവരിയുടെ ഇത് എനിക്ക് കാണാം. ദൈവമേ, അങ്ങോട്ടേക്ക് കയറാൻ വല്ല വഴിയുണ്ടോ? ആ വഴിയാണ് നമുക്ക് വേണ്ടത്. നല്ല മണ്ണൊക്കെ തേച്ച് വൃത്തിയാക്കിയിട്ടുള്ള വീടുകൾ. അത്യാവശ്യം നല്ല ഹൈറ്റ് ഉണ്ടല്ലോ, 2 നില ഉണ്ടാവുമല്ലോ ഈ ഇവിടുത്തെ വീടുകൾക്കൊക്കെ. എനിക്ക് അങ്ങ് ദൂരേന്ന് അങ്ങ് മലയുടെ മേലെയാണ് കേട്ടോ ഹൈവേ ഉള്ളത്. വളഞ്ഞു പോകുന്ന അതിനകത്തെ കൂടി കാറൊക്കെ കയറി പോകുന്നത് കാണാൻ പറ്റുന്നുണ്ട്. അവിടം വരെ എത്തിപ്പെടുകയാണ് ഇനി നമ്മളെ സംബന്ധിച്ച് ടാസ്ക്.
എന്തായാലും ഒരു കണക്ഷൻ കിട്ടാതെ ഉണ്ടല്ലോ ഒരു സമാധാനമില്ല. ഈ മാപ്പിൽ കാണിക്കുന്ന കണക്ഷൻ ഉണ്ടെന്നാണ്, പക്ഷേ മാപ്പിനെ എപ്പോഴും അങ്ങനെ കണക്ഷൻ ഉണ്ട് എന്ന് പറയുന്നത്ര നമ്പാനൊന്നും പറ്റത്തില്ല കേട്ടോ. ചിലപ്പോൾ ഒരു മല ഇടുക്കി കൊണ്ടുപോയിട്ട് അങ്ങോട്ട് ചാടിക്കോളാനൊക്കെ പറയും മാപ്പ്. അമ്മാരി തമാശയുള്ള സാധനമാണ് നമ്മളുടെ ഗൂഗിൾ മാപ്പ്, അറിയാലോ നിങ്ങൾക്ക്. ഏതായാലും ഇത് മല കയറിയാണ് പോകുന്നത്. എന്തായാലും അവിടെ ചെന്ന് മുട്ടുമെന്ന് പ്രതീക്ഷ. രക്ഷിക്കണേ. ഇതിനൊരു അന്ത്യമില്ലേ ദൈവമേ. കറങ്ങി തല കറങ്ങാൻ തുടങ്ങിയല്ലോ. ശരിക്കും നമ്മൾ 30 കിലോമീറ്റർ ലാഭം നോക്കിയത് അത്രയും കിലോമീറ്ററിൻ്റെ എണ്ണ കത്തിച്ചിട്ടുണ്ടാകും. കാരണം അവിടെ മുതൽ ഇങ്ങോട്ടേക്ക് കുന്ന് മൊത്തം ഫസ്റ്റ് ഗിയറിലാണ് കേട്ടോ വലിഞ്ഞ് കയറി വരുന്നത്. ഇപ്പോൾ ഫസ്റ്റ് ഗിയറിലിടുമ്പോൾ അതിൻ്റെ എണ്ണ അത്രയും കത്തിപ്പോകുമല്ലോ. എൻ്റെ പട്ടി, എനിക്ക് നിന്നെ പേടിച്ചിട്ടാണ് ഞാൻ ഈ സൈഡിൽ കൂടെ എടുക്കുന്നത്. എന്നെ ഉരുട്ടിയിടാൻ നോക്കല്ലേ. മാപ്പ് കാണിക്കുന്നത് നമ്മൾ കുറേ അധികം നേരമായിട്ട് ഒരേ ഓട്ടം തന്നെയല്ലേ. നമുക്കിനിപ്പോൾ കുറച്ച് നേരം വിശ്രമിക്കാൻ പറ്റിയ പാടങ്ങളാണ് കേട്ടോ ഇത്. ഈ പാടം നോക്കി ഈ ഒരു സ്ഥലത്ത് ഇരുന്നിട്ടുണ്ടെങ്കിൽ ഭയങ്കര രസമായിരിക്കും. അവിടെ കൃഷിയിടത്തിലൊക്കെ അവർ പണിയെടുക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. ഫ്രണ്ട്സ്, താഴത്തെ താഴ്വരയെന്നുണ്ടല്ലോ നമ്മളിതാ പതുക്കെ മേലോട്ടേക്ക് ഇങ്ങനെ ചുരം കയറി വരുന്ന സമയത്ത് ഇവിടെ ഒരു കാഴ്ചയുണ്ട്. ഇത് നോക്കി നിങ്ങൾ, ഇത് ഫുൾ എന്താണെന്നറിയാമോ? കണ്ണടകൾ. നോക്കിയേ, കണ്ണടകളാണ്. കണ്ണാടിയും പൊട്ടെ കണ്ണാടി. ഈ ഒരു റോഡിന് സൈഡിൽ മൊത്തം ഇതങ്ങനെ ഇട്ടിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു എന്തോ വിശ്വാസത്തിൻ്റെ ഭാഗമായിട്ട് ആക്കിയേക്കുന്നതാണ്. അതും ഈ ഒരു വളവിലുണ്ട്. മേ ബി വളവിൽ ആക്സിഡൻറ്റ് വല്ലതും സംഭവിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടോ അങ്ങനെ എന്തോ ഒരു വിശ്വാസം ഇതിൻ്റെ പിന്നിലുണ്ട് കേട്ടോ. അല്ലാതെ ആളുകൾ ഇങ്ങനെ കണ്ണാടീൻ്റെ പൊക്കത്ത് എന്തൊക്കെയോ എഴുത്തൊക്കെ ഉണ്ട്. ഇങ്ങനെ എഴുതിയൊന്നും വെക്കത്തില്ലല്ലോ. സംതിങ് ഡിഫറെൻറ്റ്. ഫ്രണ്ട്സ്, ആ ബൈക്കിൽ പോയവർ ഉത്തരം തന്നു കേട്ടോ. മുമ്പ് ഈ വളവിൽ ഒരുപാട് ആക്സിഡൻറ്റുകളുണ്ടായി. അതിന് ശേഷം ഇങ്ങനെ കണ്ണാടികൾ കൊണ്ടുവച്ചു. അതിന് ശേഷം ഉണ്ടല്ലോ ആക്സിഡൻറ്റുകൾ ഇപ്പോൾ ഇവിടെ ഉണ്ടാവലില്ല എന്ന് വിശ്വാസമുണ്ട്. അതിൻ്റെ കൂടെ സയൻറ്റിഫിക്കലായിട്ടുള്ള കാര്യങ്ങളുണ്ടാവും. കാരണം ആക്സിഡൻറ്റുകൾ അധികം നടന്നിട്ടുള്ളത് രാത്രിയിലാണത്രേ. അപ്പം ഈ രാത്രി സമയത്ത് ഇതിലെ വണ്ടി ഇങ്ങനെ പാസ് ചെയ്ത് വരുന്ന സമയത്ത് ഈ ലൈറ്റ് അടിക്കുമ്പോൾ എന്തായാലും നല്ല റിഫ്ലക്ഷൻ വരുന്ന സമയത്ത് തീർച്ചയായിട്ടും ഇതിലെ വണ്ടി ഓടിക്കുന്ന ആളുകൾക്ക് ഉറങ്ങിപ്പോകാതെ എന്തായാലും ഒരു ശ്രദ്ധ വരുമല്ലോ. അപ്പം ഇതും വിശ്വാസവും അതുകൂടെ സയൻറ്റിഫിക്കും എല്ലാം കൂടി കേട്ടോ. ഈ ഒരു റോഡ് നിറച്ച് ഇഷ്ടം പോലെ ഇവിടെ കണ്ണാടികളുണ്ട് കേട്ടോ. ഇവിടെ കണ്ണാടി വിൽപ്പന കട കൂടിയുണ്ട് അതിൻ്റെ തൊട്ടിപ്പുറേ. ഒരു വിശ്വാസത്തിൻ്റെ ഭാഗം കേട്ടോ. ഇരുട്ട് കട്ടിയാകുന്നതിന് മുമ്പ് കൂടുതൽ ദൂരം താണ്ടി നമുക്ക് ജനക്പൂരിലേക്ക് എത്തിച്ചേരേണ്ടതുണ്ട്. അവിടുത്തെ കാഴ്ചകളുമായി അടുത്ത എപ്പിസോഡിൽ കാണാം. അതുവരേക്കും ബൈ ബൈ, സ്നേഹം മാത്രം. യാത്രകൾ ഇഷ്ടപ്പെടാത്തവരായി നമുക്കിടയിൽ ആരും തന്നെ ഉണ്ടാവില്ല. അങ്ങനെയുള്ള ആളുകളെ കൂടെ കൂട്ടുകയും ഞങ്ങൾ ചെയ്യുന്ന യാത്രയ്ക്കൊപ്പം അവരെയും കാഴ്ചകളിലേക്ക് കൊണ്ടുപോകുവാനും വേണ്ടിയാണ് യാത്രീ വൈബ്സ് എന്ന നമ്മുടെ യാത്രാ സംരംഭം നമ്മൾ ആരംഭിച്ചത്. ഇതുപോലുള്ള യാത്രകളിൽ ഞങ്ങളോടൊപ്പം കൂടാൻ താല്പര്യമുള്ളവർക്ക് താഴെ കൊടുത്തിരിക്കുന്ന നമ്പറുകളിൽ കോൺടാക്റ്റ് ചെയ്ത് നമ്മളുടെ പുതിയ യാത്രകളിൽ പങ്കുചേരാം. അതുകൂടാതെ നമ്മളുടെ പുതിയ ഗ്രൂപ്പ് ടൂറുകളുടെ അപ്ഡേറ്റുകൾ ലഭിക്കുവാനായി നമ്മളുടെ യാത്രാ വാട്സപ്പ് ഗ്രൂപ്പിൽ അംഗമാകുക. ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് വീഡിയോയുടെ. യാത്രകൾ തിരക്ക് പിടിച്ചൊരു ഓട്ടം മാത്രമാക്കാതെ സുന്ദരമായ അനുഭവങ്ങളും കാഴ്ചകളുമുള്ള ഒരു അനുഭവമാക്കി തീർക്കാൻ നമുക്കൊരുമിച്ചിനി.